നിങ്ങളുടെ അധരങ്ങളിൽ നിന്നുതിർക്കുന്ന ഓരോ വാക്കും ഒരു പ്രകമ്പനമാണ്, ഒരു ഊർജ്ജതരംഗമാണ്, പ്രപഞ്ചത്തിന്റെ അദൃശ്യമായ ഇടങ്ങളിലേക്ക് അനന്തമായി പടരുന്ന ഒരു സ്പന്ദനം. ഈ സത്യം മനസ്സിലാക്കാതെ മിക്കവരും ദിനംപ്രതി ഉച്ചരിക്കുന്ന ഒരു വിനാശകരമായ വാചകമുണ്ട്: എന്റെ കയ്യിൽ കാശില്ല എന്ന ആ മാരകമായ പ്രകമ്പനം. നിങ്ങളുടെ നാവിൽ നിന്ന് ഈ ശബ്ദതരംഗം പുറപ്പെടുന്ന നിമിഷം അതിന്റെ പ്രകമ്പനം പ്രപഞ്ചത്തിന്റെ എല്ലാ കോണുകളിലേക്കും വ്യാപിക്കുന്നു. പ്രപഞ്ചം നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നില്ല, പ്രപഞ്ചം നിങ്ങളുടെ പ്രകമ്പനം അനുഭവിക്കുകയാണ്. നിങ്ങൾ ഇല്ലായ്മയുടെ ആവൃത്തിയിൽ സ്പന്ദിക്കുമ്പോൾ, ദാരിദ്ര്യത്തിന്റെ പ്രകമ്പനം പുറപ്പെടുവിക്കുമ്പോൾ, പ്രപഞ്ചം പ്രതികരിക്കുന്നത് ഇല്ലായ്മയുടെ അനുഭവങ്ങൾ കൊണ്ടാണ്. കാരണം അതാണ് നിയമം. ആകർഷണ നിയമം എന്ന ഈ അചഞ്ചലമായ പ്രാപഞ്ചിക തത്വം നിഷ്പക്ഷമാണ്. അത് നല്ലതോ ചീത്തയോ എന്ന വിവേചനമില്ലാതെ നിങ്ങൾ പുറപ്പെടുവിക്കുന്ന പ്രകമ്പനത്തോട് കൃത്യമായി പ്രതികരിക്കുന്നു. നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ സാമ്പത്തിക അനുഭവവും, ഓരോ അവസര നഷ്ടവും, ഓരോ പണപ്പിരിമുറുക്കവും, ഓരോ അപ്രതീക്ഷിത ചെലവും എല്ലാം നിങ്ങൾ പുറപ്പെടുവിച്ച ഇല്ലായ്മയുടെ പ്രകമ്പനത്തിന്റെ ഭൗതിക പ്രതിഫലനം മാത്രമാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം വരാത്തതിന് കാരണം പുറത്തുള്ള സാഹചര്യങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ ആന്തരിക പ്രകമ്പനം ഇല്ലായ്മയുടെ ആവൃത്തിയിൽ സജ്ജീകരിച്ചിരിക്കുന്നു എന്നതാണ്. ഈ രഹസ്യം മനസ്സിലാക്കിയവർ ജീവിതം മാറ്റിമറിച്ചിട്ടുണ്ട്. കാരണം പണം എന്നത് വെറുമൊരു കടലാസോ അക്കങ്ങളോ അല്ല. പണം ഒരു ഊർജമാണ്, പ്രപഞ്ചത്തിലെ ഏറ്റവും ശുദ്ധമായ ഊർജ്ജപ്രവാഹങ്ങളിലൊന്ന്. ആ ഊർജം നിങ്ങളിലേക്ക് ഒഴുകിയെത്തണമെങ്കിൽ നിങ്ങൾ സമൃദ്ധിയുടെ പ്രകമ്പനത്തിലായിരിക്കണം. എന്നാൽ എന്റെ കയ്യിൽ കാശില്ല എന്ന വാചകം ഉച്ചരിക്കുമ്പോൾ നിങ്ങൾ സൃഷ്ടിക്കുന്നത് ഇല്ലായ്മയുടെ, ദാരിദ്ര്യത്തിന്റെ, പരിമിതിയുടെ ഒരു വൈദ്യുതകാന്തിക മണ്ഡലമാണ്. ആ പ്രകമ്പന മണ്ഡലം നിങ്ങളുടെ ശരീരത്തെ ആവരണം ചെയ്യുന്നു, നിങ്ങളുടെ മനസ്സിനെ പൊതിയുന്നു, നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നു. പിന്നീട് ജീവിതത്തിൽ പുതിയ വരുമാന മാർഗങ്ങൾ വന്നാലും, അപ്രതീക്ഷിതമായി പണം ലഭിച്ചാലും, ആ ഇല്ലായ്മയുടെ പ്രകമ്പന മണ്ഡലം നിലനിൽക്കുന്നിടത്തോളം കാലം ആ പണം നിങ്ങളുടെ കൈകളിൽ നിന്ന് വഴുതിപ്പോകും. അത് അപ്രത്യക്ഷമാകും. കാരണം നിങ്ങളുടെ ആഴത്തിലുള്ള പ്രകമ്പനം ഇപ്പോഴും ഇല്ലായ്മയാണ്. പ്രപഞ്ചം എപ്പോഴും നിങ്ങളുടെ പ്രബലമായ പ്രകമ്പനത്തോടാണ് പ്രതികരിക്കുന്നത്, നിങ്ങളുടെ വാക്കുകളുടെ ഉപരിതല അർത്ഥത്തോടല്ല. നിങ്ങൾ പറയുന്ന വാക്കുകളുടെ പിന്നിലെ വികാരം, ആ വികാരത്തിന്റെ പ്രകമ്പനം, അതാണ് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്ന അസംസ്കൃത വസ്തു. ഇവിടെയാണ് യഥാർത്ഥ രഹസ്യത്തിന്റെ ആഴം തുറക്കുന്നത്. പണത്തിന്റെ അഭാവം ഒരു ഭ്രമമാണ്. അത് നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തിയ ഒരു മിഥ്യ മാത്രം. പ്രപഞ്ചത്തിൽ ഒരിക്കലും ഒന്നിന്റെയും അഭാവം ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. പ്രപഞ്ചം പൂർണ്ണമാണ്, സമൃദ്ധമാണ്, അനന്തമാണ്. നിങ്ങളുടെ ഭൗതിക കണ്ണുകൾ കാണുന്ന കുറവ് എന്നത് നിങ്ങളുടെ അവബോധത്തിന്റെ പരിമിതിയുടെ പ്രതിഫലനം മാത്രം. ഒരു ഉറുമ്പ് ഒരു ആനയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ആനയുടെ മുഴുവൻ രൂപവും കാണുന്നില്ല. അതുപോലെ നിങ്ങൾ ഇല്ലായ്മയുടെ പ്രകമ്പനത്തിൽ നിൽക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന അനന്തമായ സമൃദ്ധിയുടെ പ്രകമ്പനം സ്വീകരിക്കാൻ കഴിയുന്നില്ല. ഈ ബോധ്യം ഉൾക്കൊള്ളുക. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് നിങ്ങളുടെ യഥാർത്ഥ സമ്പത്തിന്റെ പ്രതിഫലനമല്ല. അത് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രകമ്പനത്തിന്റെ ഒരു താൽക്കാലിക പ്രതിഫലനം മാത്രം. നിങ്ങൾ പ്രകമ്പനം മാറ്റുമ്പോൾ ആ പ്രതിഫലനം നിർബന്ധമായും മാറും. ഇത് ഒരു വിശ്വാസമല്ല, ഇത് പ്രപഞ്ച നിയമമാണ്. ഗുരുത്വാകർഷണം പോലെ നിർദാക്ഷിണ്യമായ ഒരു ഭൗതിക നിയമം. നിങ്ങൾ സമൃദ്ധിയുടെ പ്രകമ്പനം പുറപ്പെടുവിക്കാൻ തുടങ്ങുമ്പോൾ പ്രപഞ്ചത്തിൽ സമൃദ്ധി എന്നും ഉണ്ടായിരുന്നു എന്ന സത്യം നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ പണത്തിന്റെ അഭാവം എന്നത് സൂര്യന്റെ അഭാവമല്ല, മറിച്ച് നിങ്ങൾ നിങ്ങളുടെ ജനാലകൾ അടച്ചിട്ടിരിക്കുന്നു എന്നതാണ്. ജനാലകൾ തുറക്കാൻ നിങ്ങളുടെ പ്രകമ്പനം മാറ്റിയാൽ മതി. നിങ്ങളുടെ ഉപബോധ മനസ്സാണ് ഈ കളിയുടെ സൂത്രധാരൻ. നിങ്ങളുടെ ഉപബോധം നിങ്ങൾ പറയുന്നതും ചിന്തിക്കുന്നതും വിശ്വസിക്കുന്നതുമായ എല്ലാം സത്യമായി സ്വീകരിക്കുന്നു. എന്റെ കയ്യിൽ കാശില്ല എന്ന് നിങ്ങൾ ദിനംപ്രതി ഉരുവിടുമ്പോൾ നിങ്ങളുടെ ഉപബോധം അത് അക്ഷരം പ്രതി വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തെ യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്കറിയാതെ തന്നെ ആരംഭിക്കുന്നു. നിങ്ങൾ അവസരങ്ങൾ കാണാതെ പോകുന്നത്, നിങ്ങൾ പണം തിരസ്കരിക്കുന്നത്, നിങ്ങൾ സമൃദ്ധിയിൽ നിന്ന് ഓടിയകലുന്നത്, ഇതെല്ലാം നിങ്ങളുടെ ഉപബോധത്തിന്റെ വിശ്വസ്തമായ സേവനമാണ്. അത് നിങ്ങളുടെ കൽപ്പനകൾ പാലിക്കുകയാണ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയല്ല. നിങ്ങൾ ആവർത്തിച്ചു നൽകിയ നിർദ്ദേശം ഞാൻ ദരിദ്രനാണ് എന്നതാണെങ്കിൽ ഉപബോധം നിങ്ങളെ ഒരു വിദഗ്ധ ദരിദ്രനാക്കും, എല്ലാ അർത്ഥത്തിലും, എല്ലാ തലങ്ങളിലും. കാരണം അതിൻ്റെ ഏക ലക്ഷ്യം നിങ്ങളുടെ ആഴത്തിലുള്ള വിശ്വാസങ്ങളുടെ പ്രകമ്പനത്തെ ഭൗതിക യാഥാർത്ഥ്യമാക്കുക എന്നതാണ്. നിങ്ങളുടെ ഉപബോധം ഒരു ഫലഭൂയിഷ്ടമായ മണ്ണാണ്. അതിൽ നിങ്ങൾ എന്തു വിത്ത് പാകുന്നുവോ ആ വിളവാണ് നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങൾ ഇല്ലായ്മയുടെ പ്രകമ്പനത്തിന്റെ വിത്തുകൾ പാകിയാൽ ഇല്ലായ്മയുടെ വിളവ് കൊയ്യും. നിങ്ങൾ സമൃദ്ധിയുടെ പ്രകമ്പനത്തിന്റെ വിത്തുകൾ പാകിയാൽ സമൃദ്ധിയുടെ വിളവ് കൊയ്യും. ഇതിൽ യാദൃച്ഛികതയില്ല, ഭാഗ്യമില്ല, നിയമം മാത്രം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് ഈ വിനാശകരമായ ചക്രം തകർക്കാനുള്ള താക്കോലാണ്: ഭാഷയുടെ പരിവർത്തനം. ഇത് വെറുമൊരു വാക്കുകളുടെ കളിയല്ല,
നിങ്ങളുടെ മുഴുവൻ പ്രകമ്പന മണ്ഡലത്തെയും പുനഃക്രമീകരിക്കുന്ന ഒരു ആന്തരിക വിപ്ലവമാണ്. എൻ്റെ കയ്യിൽ കാശില്ല എന്ന വാചകം ഉച്ചരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തു സംഭവിക്കുന്നുവെന്ന് ശ്രദ്ധിക്കൂ. ഒരു ചുരുങ്ങൽ, ഒരു അടയൽ, ഒരു നിരാശ, ഒരു നിസ്സഹായത. ഈ ശാരീരിക സങ്കോചമാണ് നിങ്ങളുടെ ഊർജ്ജമണ്ഡലം പ്രപഞ്ചത്തിലേക്ക് പ്രക്ഷേപണം ചെയ്യുന്നത്. ഇനി ഈ വാചകത്തിനു പകരം ബോധപൂർവം മറ്റൊരു വാചകം പ്രതിഷ്ഠിക്കുക. ഈ നിമിഷത്തിൽ പണം എൻ്റെ ജീവിതത്തിലേക്ക് അനായാസം ഒഴുകുന്നു എന്ന് പറയുമ്പോൾ ശരീരത്തിൽ ഒരു വികാസം, ഒരു തുറക്കൽ, ഒരു ഉണർവ്, ഒരു ആത്മവിശ്വാസം. നിങ്ങൾ പറയുന്ന വാക്കുകൾ പ്രധാനമല്ല. ആ വാക്കുകൾ സൃഷ്ടിക്കുന്ന ശാരീരികവും വൈകാരികവുമായ പ്രകമ്പനമാണ് പ്രപഞ്ചം സ്വീകരിക്കുന്നത്. നിങ്ങൾ സമൃദ്ധിയുടെ വികാസം ശരീരത്തിൽ അനുഭവിക്കുമ്പോൾ അത് വ്യാജമാണെങ്കിൽ പോലും ശരീരം വ്യത്യാസമറിയുന്നില്ല, ഉപബോധം വ്യത്യാസമറിയുന്നില്ല. അവ ആ നിമിഷത്തെ പ്രകമ്പനത്തെ സത്യമായി സ്വീകരിക്കുന്നു. പ്രപഞ്ചം ആ പുതിയ പ്രകമ്പനത്തോട് പ്രതികരിക്കാനും ആരംഭിക്കുന്നു. നിങ്ങളുടെ ഓരോ വാക്കും ഒരു പ്രാർത്ഥനയാണ്, ഓരോ വാചകവും ഒരു ആജ്ഞയാണ്, ഓരോ ചിന്തയും ഒരു സൃഷ്ടിയുടെ തുടക്കമാണ്. ഈ സത്യം ഗ്രഹിച്ചവർ തങ്ങളുടെ നാവിനെ കാവലേൽപ്പിക്കുന്നു. കാരണം നാവാണ് ജീവിതത്തിൻ്റെ ചുക്കാൻ. ഇത് കാപട്യമാണെന്നോ സ്വയം വഞ്ചനയാണെന്നോ നിങ്ങളുടെ വിമർശനാത്മക മനസ്സ് നിങ്ങളോട് പറഞ്ഞേക്കാം. ബാങ്കിൽ ശൂന്യമായിരിക്കെ എങ്ങനെ സമൃദ്ധിയുടെ പ്രകമ്പനം പുറപ്പെടുവിക്കാനാകും എന്ന ചോദ്യം ഉയർന്നേക്കാം. എന്നാൽ ഇവിടെയാണ് യഥാർത്ഥ ജ്ഞാനം. നിങ്ങൾ ഭൗതിക യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നില്ല. നിങ്ങൾ ഭൗതിക യാഥാർത്ഥ്യത്തിന് കാരണമായ പ്രകമ്പനത്തെ മാറ്റുകയാണ്. മഴ പെയ്യുന്നത് നിങ്ങൾ കാണുന്നു, അത് വസ്തുതയാണ്. എന്നാൽ മഴയ്ക്ക് കാരണമായ അന്തരീക്ഷ സ്ഥിതി മാറ്റിയാൽ മഴ നിൽക്കുമെന്നും നിങ്ങൾക്കറിയാം. അതുപോലെ നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി ഒരു ഫലമാണ്. അതിന് കാരണമായ പ്രകമ്പനം നിങ്ങൾ മാറ്റുമ്പോൾ ഫലം അനിവാര്യമായും മാറും. ഇതിന് സമയമെടുത്തേക്കാം. ഭൗതിക ലോകത്തിന് പ്രകമ്പന മാറ്റവുമായി പൊരുത്തപ്പെടാൻ കാലതാമസമുണ്ട്. എന്നാൽ ആ മാറ്റം സംഭവിക്കുമെന്നത് ഗണിതശാസ്ത്രം പോലെ ഉറപ്പാണ്. നിങ്ങളുടെ വിമർശനാത്മക മനസ്സിൻ്റെ പ്രകമ്പനം തന്നെയാണ് നിങ്ങളെ പഴയ ഇല്ലായ്മയുടെ ആവൃത്തിയിൽ ബന്ധിച്ചിരിക്കുന്നത്. ആ മനസ്സിനെ നിശബ്ദമാക്കുക, ഒരു കുഞ്ഞിനെ പോലെ വിശ്വസിക്കുക, ഫലം കാണും. പ്രപഞ്ചം നിങ്ങളോട് കള്ളം പറയില്ല. കാരണം പ്രപഞ്ചത്തിന് കള്ളം പറയാൻ അറിയില്ല. അത് പ്രകമ്പനത്തോട് മാത്രം പ്രതികരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ഈ പരിവർത്തനത്തിനായി ഞാൻ നിങ്ങൾക്കൊരു 30 ദിവസത്തെ പരീക്ഷണം നൽകുന്നു. ഈ 30 ദിവസങ്ങളിൽ നിങ്ങളുടെ നാവിൽ നിന്ന് ഇല്ലായ്മയുടെ പ്രകമ്പനത്തിൻ്റെ ഒരു വാക്കുപോലും ഉതിർക്കരുത്. ഓരോ തവണയും എൻ്റെ കയ്യിൽ കാശില്ല എന്ന വാചകം മനസ്സിലേക്ക് വരുമ്പോൾ, ആ പഴയ പ്രകമ്പനം ഉയർന്നു വരുമ്പോൾ അതിനെ ബോധപൂർവം തടഞ്ഞു നിർത്തുക. ഒരു ദീർഘശ്വാസമെടുക്കുക. ആ ശ്വാസത്തിൽ പ്രപഞ്ചത്തിൻ്റെ സമൃദ്ധിയുടെ പ്രകമ്പനം ഉൾക്കൊള്ളുക. എന്നിട്ട് ബോധപൂർവം പറയുക, ഈ നിമിഷത്തിൽ ഞാൻ ഐശ്വര്യത്തിൻ്റെ പ്രകമ്പനത്തിലേക്ക് പ്രവേശിക്കുന്നുവെന്ന്. ഇത് തുടക്കത്തിൽ കൃത്രിമമായി തോന്നും, മണ്ടത്തരമായി തോന്നും, സ്വയം വഞ്ചനയായി തോന്നും. അങ്ങനെ തോന്നട്ടെ. ആ വികാരങ്ങളെ നിരീക്ഷിക്കുക. അവയും വെറും പ്രകമ്പനങ്ങളാണ്, പഴയ ശീലങ്ങളുടെ പ്രകമ്പനങ്ങൾ. അവയെ വിട്ടയക്കുക. നിങ്ങൾ ഇല്ലായ്മയുടെ പഴയ പ്രകമ്പനപാത്തി തകർത്ത് സമൃദ്ധിയുടെ പുതിയ പ്രകമ്പനപാത സൃഷ്ടിക്കുകയാണ്. ഇത് ഒരു പേശിയെ വ്യായാമം ചെയ്യിപ്പിക്കുന്നത് പോലെയാണ്. തുടക്കത്തിൽ വേദനയുണ്ടാകും, പ്രതിരോധമുണ്ടാകും. എന്നാൽ ക്രമേണ ആ പുതിയ പ്രകമ്പനം നിങ്ങളുടെ സ്വാഭാവിക അവസ്ഥയായി മാറും. ഈ പരിശീലനത്തിന്റെ ഭാഗമായി ഓരോ ദിവസവും രാവിലെ ഉണരുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ശരീരം മുഴുവൻ സമൃദ്ധിയുടെ സുവർണ പ്രകമ്പനത്താൽ നിറയുന്നതായി സങ്കല്പിക്കുക. ആ പ്രകമ്പനം നിങ്ങളുടെ ഓരോ കോശത്തിലേക്കും ഇറങ്ങിച്ചെല്ലുന്നതായി അനുഭവിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആഴത്തിലുള്ള വികാരത്തോടെ പറയുക, ഞാൻ സമൃദ്ധിയുടെ പ്രകമ്പനമാണ്. പണം എന്നിലേക്ക് അനായാസം ഒഴുകുന്നു. പ്രപഞ്ചം എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നു എന്ന്. വെറുതെ വാക്കുകൾ പറയരുത്. ആ വാക്കുകളുടെ പ്രകമ്പനം നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിക്കുക. നിങ്ങളുടെ നെഞ്ചിൽ ഒരു ചൂട്, ഒരു വികാസം, ഒരു വൈദ്യുതി പ്രവാഹം പോലെ ആ പ്രകമ്പനം അനുഭവപ്പെടണം. ആ അനുഭവത്തിൽ 1 മിനിറ്റ് നിൽക്കുക. ഈ 1 മിനിറ്റ് നിങ്ങളുടെ മുഴുവൻ ദിവസത്തെയും പ്രകമ്പനത്തെ നിർണ്ണയിക്കും. കാരണം നിങ്ങൾ ദിവസം ആരംഭിക്കുന്ന പ്രകമ്പനമാണ് ദിവസം മുഴുവൻ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്ന അനുഭവങ്ങളുടെ അടിസ്ഥാനം. നിങ്ങൾ സമൃദ്ധിയുടെ പ്രകമ്പനത്തിൽ ദിവസം ആരംഭിച്ചാൽ സമൃദ്ധിയുടെ അനുഭവങ്ങളാണ് ആ ദിവസം നിങ്ങളെ തേടിയെത്തുക. രാത്രി ഉറങ്ങുന്നതിന് മുമ്പും ഇതേ പരിശീലനം ആവർത്തിക്കുക. ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ള നിമിഷങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്കുള്ള പ്രവേശന കവാടമാണ്. ആ നിമിഷങ്ങളിൽ നിങ്ങൾ പുറപ്പെടുവിക്കുന്ന പ്രകമ്പനം രാത്രി മുഴുവൻ നിങ്ങളുടെ ഉപബോധത്തിൽ പ്രവർത്തിക്കും. അതിനാൽ ഉറങ്ങുന്നതിനു മുമ്പ് ദിവസം മുഴുവനുമുള്ള ഇല്ലായ്മയുടെ പ്രകമ്പനങ്ങളെ ബോധപൂർവം കഴുകിക്കളയുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം ഒഴുകിയെത്തുന്നതിൻ്റെ ചിത്രങ്ങൾ മനസ്സിൽ കാണുക. ആ ചിത്രങ്ങൾക്കൊപ്പം സന്തോഷത്തിൻ്റെയും നന്ദിയുടെയും സമാധാനത്തിൻ്റെയും പ്രകമ്പനം കൂട്ടിച്ചേർക്കുക. വികാരമില്ലാത്ത ചിന്തകൾക്ക് പ്രകമ്പന ശക്തിയില്ല. വികാരം ചേരുമ്പോഴാണ് പ്രകമ്പനത്തിന് സൃഷ്ടിയുടെ ശക്തി ലഭിക്കുന്നത്. അതിനാൽ സമൃദ്ധിയെക്കുറിച്ച് ചിന്തിക്കുക മാത്രമല്ല, സമൃദ്ധിയുടെ വികാരം അനുഭവിക്കുക.
നിങ്ങൾക്കിപ്പോൾ ആവശ്യമുള്ള പണം ലഭിച്ചതായി സങ്കൽപ്പിക്കുക. ആ സന്തോഷം, ആ ആശ്വാസം, ആ സ്വാതന്ത്ര്യം, ആ നന്ദി എല്ലാം യഥാർത്ഥമെന്ന പോലെ അനുഭവിക്കുക. ആ അനുഭവത്തിൻ്റെ പ്രകമ്പനത്തിൽ ഉറങ്ങാൻ പോകുക. ഇതാണ് രഹസ്യം. വികാരമാണ് താക്കോൽ. വികാരത്തിൻ്റെ പ്രകമ്പനമാണ് പ്രപഞ്ചത്തിൻ്റെ ഭാഷ. ഈ പ്രക്രിയയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സത്യം നന്ദിയുടെ പ്രകമ്പനത്തെക്കുറിച്ചാണ്. നന്ദി എന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ പ്രകമ്പനങ്ങളിലൊന്നാണ്. കാരണം നന്ദിയുടെ പ്രകമ്പനം നിങ്ങൾക്ക് ഇതിനകം ലഭിച്ചു എന്നതിൻ്റെ സൂചനയാണ്. നിങ്ങൾക്ക് ഇതിനകം ലഭിച്ചു എന്ന പ്രകമ്പനം പുറപ്പെടുവിക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് കൂടുതൽ നൽകാൻ നിർബന്ധിതമാകുന്നു. കാരണം അതാണ് നിയമം. ഇപ്പോഴത്തെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്തുതന്നെയായാലും നിങ്ങൾക്ക് നന്ദിയുള്ളതായി അനുഭവിക്കാൻ കഴിയുന്ന എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങളുടെ ശ്വാസം, നിങ്ങളുടെ ഹൃദയമിടിപ്പ്, നിങ്ങളുടെ കണ്ണുകളുടെ കാഴ്ച, നിങ്ങളുടെ കൈകാലുകളുടെ ചലനം, നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഒരു മേൽക്കൂര, നിങ്ങൾ കുടിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം, ഇവയോടുള്ള നന്ദിയുടെ പ്രകമ്പനം പുറപ്പെടുവിക്കാൻ തുടങ്ങുക. ഈ ചെറിയ നന്ദി സമൃദ്ധിയുടെ പ്രകമ്പനത്തിൻ്റെ വാതായനങ്ങൾ തുറക്കും. നന്ദിയുള്ള ഹൃദയം ഒരു കാന്തമാണ്. അത് ജീവിതത്തിലെ മറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളെയും അവസരങ്ങളെയും ആകർഷിക്കുന്നു. നിങ്ങൾ നന്ദിയുടെ പ്രകമ്പനത്തിലായിരിക്കുമ്പോൾ നിങ്ങൾക്കില്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. നിങ്ങൾക്കുള്ളതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ കഴിയൂ. ആ ഒരൊറ്റ പ്രകമ്പന മാറ്റം നിങ്ങളുടെ മുഴുവൻ ഊർജ്ജമണ്ഡലത്തെയും പുനഃക്രമീകരിക്കുന്നു. നിങ്ങളുടെ വാക്കുകളുടെ പ്രകമ്പനം കേവലം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ മാത്രമല്ല സ്വാധീനിക്കുന്നത്. അത് നിങ്ങളുടെ കുട്ടികളുടെ ഉപബോധ മനസ്സിലേക്കും പകരുന്നു. നിങ്ങൾ ദിനംപ്രതി എൻ്റെ കയ്യിൽ കാശില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ ഉപബോധം ആ പ്രകമ്പനം ആഗിരണം ചെയ്യുന്നു. അത് അവരുടെ ജീവിതത്തിലെ സാമ്പത്തിക യാഥാർത്ഥ്യമായി മാറുന്നു. ഇത് നിങ്ങൾ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ശാപമായി മാറാം. അല്ലെങ്കിൽ നിങ്ങൾ ബോധപൂർവം നിങ്ങളുടെ പ്രകമ്പനം മാറ്റുമ്പോൾ നിങ്ങൾ അവർക്ക് സമൃദ്ധിയുടെ അനുഗ്രഹം നൽകുന്നു. നിങ്ങളുടെ ഭാഷയുടെ പ്രകമ്പനം തലമുറകളിലേക്ക് പകരുന്ന ഒരു പൈതൃകമാണ്. നിങ്ങളിപ്പോൾ തിരഞ്ഞെടുക്കുന്ന പ്രകമ്പനം നിങ്ങളുടെ കുട്ടികളുടെയും അവരുടെ കുട്ടികളുടെയും വിധി നിർണ്ണയിക്കും. ഈ ബോധ്യത്തോടെ നിങ്ങളുടെ വാക്കുകളെ പരിഭാവനമായി കാണുക. കാരണം ഓരോ വാക്കും ഭാവിയിലേക്കുള്ള ഒരു വിത്താണ്. ഇനി ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയാം. പണത്തിൻ്റെ അഭാവം എന്ന പ്രകമ്പനം നിങ്ങളുടേതല്ല. അത് നിങ്ങൾക്ക് പാരമ്പര്യമായി ലഭിച്ചതാണ്. നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നോ അവരുടെ മാതാപിതാക്കളിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ നിങ്ങൾ അറിയാതെ സ്വീകരിച്ച ഒരു വിഷലിപ്തമായ പ്രകമ്പനമാണത്. നിങ്ങൾ ജനിച്ചത് സമൃദ്ധിയുടെ പ്രകമ്പനത്തിലാണ്. നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം സമൃദ്ധിയാണ്. ഒരു കുഞ്ഞിനെ നോക്കൂ. അവൻ ഒരിക്കലും ഇല്ലായ്മയുടെ പ്രകമ്പനം അറിയില്ല. അവൻ പ്രപഞ്ചം തനിക്കായി എല്ലാം നൽകുമെന്ന വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ എല്ലാം ലഭിക്കുന്നതും. ആ പ്രകമ്പനമാണ് നിങ്ങളുടെ യഥാർത്ഥ അവസ്ഥ. നിങ്ങൾ ഇല്ലായ്മയുടെ പ്രകമ്പനം പഠിച്ചതാണ്. അത് നിങ്ങളുടെ സ്വത്വമല്ല. നിങ്ങൾ പഠിച്ചതെന്തും നിങ്ങൾക്ക് മറക്കാൻ കഴിയും. നിങ്ങൾക്ക് പഴയ പ്രകമ്പനം മായ്ച്ച് പുതിയ പ്രകമ്പനം സ്ഥാപിക്കാൻ കഴിയും. ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. നിങ്ങൾ നിങ്ങളുടെ പൂർവികരുടെ ദാരിദ്ര്യ പ്രകമ്പനത്തിൻ്റെ ഇരയല്ല. നിങ്ങൾ ആ ചക്രം തകർക്കുന്ന യോദ്ധാവാണ്. ഈ നിമിഷം മുതൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ചരിത്രത്തിൻ്റെ ഗതി മാറ്റുകയാണ്. നിങ്ങൾ ഒരു പുതിയ പ്രകമ്പന പൈതൃകം സൃഷ്ടിക്കുകയാണ്. ആകർഷണ നിയമം എന്നത് ചിന്തകളുടെയും പ്രകമ്പനങ്ങളുടെയും ഈ പ്രപഞ്ച നിയമമാണ്. നിങ്ങൾ എന്താണോ പുറപ്പെടുവിക്കുന്നത് അതാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതിൽ ഒരപവാദവുമില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ സംഭവവും, ഓരോ വ്യക്തിയും, ഓരോ സാഹചര്യവും എല്ലാം നിങ്ങളുടെ പ്രകമ്പനത്താൽ ആകർഷിക്കപ്പെട്ടതാണ്. ഈ സത്യം അംഗീകരിക്കാൻ തുടക്കത്തിൽ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നിങ്ങളുടെ അഹംഭാവം പുറത്തുള്ള കാരണങ്ങളെ പഴിക്കാൻ ശീലിച്ചതാണ്. എന്നാൽ നിങ്ങൾ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചുക്കാൻ നിങ്ങളുടെ കൈകളിൽ വരുന്നു. അപ്പോൾ നിങ്ങളിനി സാഹചര്യങ്ങളുടെ ഇരയല്ല. നിങ്ങൾ നിങ്ങളുടെ യാഥാർത്ഥ്യത്തിൻ്റെ സൃഷ്ടാവാണ്. നിങ്ങൾക്ക് ദാരിദ്ര്യം അനുഭവിക്കണമെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ പ്രകമ്പനം പുറപ്പെടുവിക്കുക. നിങ്ങൾക്ക് സമൃദ്ധി അനുഭവിക്കണമെങ്കിൽ സമൃദ്ധിയുടെ പ്രകമ്പനം പുറപ്പെടുവിക്കുക. തിരഞ്ഞെടുപ്പ് പൂർണ്ണമായും നിങ്ങളുടേതാണ്. ഈ നിമിഷം തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് സമൃദ്ധിയുടെ പ്രകമ്പനം തിരഞ്ഞെടുക്കുക. പ്രപഞ്ചം നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ്.